കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 43 വയസ്സുള്ള ഒരാളിലാണ് നിപ്പ വൈറസ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. ഇതേ തുടർന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കോൺടാക്ട് ട്രേസിംഗ് ചെയ്തിട്ട് ഏകദേശം 77 ആളുകളെ ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. ഇപ്പോൾ നിപ്പ വൈറസ് എന്താണ്, എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ, എങ്ങനെ പകരുന്നു, എന്തൊക്കെയാണ് നമ്മൾ പ്രിക്കോഷണറി മെഷേഴ്സ്, പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. I am Dr. Ajay Krishnan, consultant pulmonologist, ശാസ്ത്രേയ ഹോസ്പിറ്റൽ, തൃശൂർ. എന്താണ് നിപ്പ വൈറസ്? നിപ്പ വൈറസ് ഒരു സൂണോട്ടിക് വൈറസ് ആണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ്. ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് 1998 മലേഷ്യയിൽ നിപ്പ എന്ന സ്ഥലത്താണ്. ഈ വൈറസിന്റെ റിസർവോയർ അഥവാ സ്വാഭാവിക വാഹകരായിട്ട് കണക്കാക്കുന്നത് പഴം തിന്നുന്ന വവ്വാലുകളെയാണ്. മനുഷ്യരിൽ ഇത് ഗുരുതരമായിട്ടുള്ള ശ്വാസകോശ രോഗവും തലച്ചോറിനെ ബാധിക്കുന്ന എൻകഫലൈറ്റിസും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇത് പകരുന്നത്? വവ്വാല് കടിച്ചതോ അല്ലെങ്കിൽ മലിനമാക്കിയതോ ആയ പഴങ്ങൾ കഴിക്കുമ്പോഴോ രോഗബാധിതരായ ആളുകളുമായി അടുത്ത സമ്പർക്കം ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഉമിനീര് ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ പുറത്തു വരുന്ന സ്രവങ്ങൾ രോഗിയെ പരിചരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. പിന്നെ രോഗബാധിതരായിട്ടുള്ള മൃഗങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടായാലും ഉണ്ടാവും. എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? നിപ്പ വൈറസിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ സാധാരണ ഒരു വൈറൽ പനിയെ പോലെ തന്നെ ആയിരിക്കും. പനി, തലവേദന, തൊണ്ടവേദന, ശരീരവേദന, ക്ഷീണം. രോഗം ഗുരുതരമാകുമ്പോൾ ചുമ, ശ്വാസതടസ്സം, അമിതമായ ഉറക്കം, ആശയക്കുഴപ്പം, അപസ്മാരം, പിന്നെ ബോധക്ഷയം എന്നിവ വരെ ഉണ്ടാവും. പ്രത്യേകിച്ച് നിപ്പ ബാധിതരായിട്ട് സമ്പർക്കം ഉണ്ടായ ശേഷം ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു വൈദ്യസഹായം തേടണം. എന്തൊക്കെയാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്? നിപ്പ വൈറസിന്റെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കോംപ്ലിക്കേഷൻ തലച്ചോറിനെ ബാധിക്കുന്ന എൻകെഫലൈറ്റിസ് ആണ്. ഇത് അപസ്മാരം, കോമ, നാഡീരോഗ പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാവും. പിന്നെ ചില രോഗികളിൽ ന്യൂമോണിയയും പിന്നെ ശ്വാസതടസ്സവും ഉണ്ടാവുന്നു. അപ്പോൾ രോഗം വേഗത്തിൽ കണ്ടെത്തുക, ചികിത്സ നേരത്തെ തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അംഗീകൃതമായിട്ടുള്ളൊരു മരുന്നോ അല്ലെങ്കിൽ വാക്സിനോ ഇപ്പോൾ ലഭ്യമല്ല. ചികിത്സ പ്രധാനമായിട്ടും രോഗിയുടെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതിനും ആവശ്യമായ ഓക്സിജൻ, വെന്റിലേറ്റർ സഹായം, ICU കെയർ എന്നിവയൊക്കെ ആണ് പ്രധാനമായിട്ടുള്ളത്. രോഗിയെ നേരത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നത് നമ്മളുടെ ചികിത്സാ ഫലത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. പ്രതിരോധ മാർഗങ്ങൾ നിപ്പ വരാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് നോക്കാം. കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. രോഗബാധിതരായ ആളുകളുമായിട്ടുള്ള അനാവശ്യ സമ്പർക്കങ്ങൾ ഒഴിവാക്കുക. രോഗികളെ പരിചരിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഹെൽത്ത് വർക്കേഴ്സ്, മാസ്ക്, മറ്റ് PPE കിറ്റ് പോലത്തെ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് പഴങ്ങൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും കടിച്ച പഴങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അത് ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ, ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാം. പിന്നെ ആരോഗ്യവകുപ്പ് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പറയുന്നതെന്ന് ഫോളോ അപ്പ് ചെയ്ത് അതെല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. നിപ്പ വൈറസ് ഉയർന്ന മരണനിരക്കുള്ള ഒരു അസുഖമാണെങ്കിലും ഇത് കോവിഡ് പോലെ പെട്ടെന്ന് പകരുന്ന ഒരു അസുഖമല്ല. അപ്പോൾ പെട്ടെന്ന് ആളുകളെ കണ്ടെത്തി ഐസൊലേറ്റ് ചെയ്ത് കോൺടാക്ട് ട്രേസിങ് ചെയ്ത് ഗുഡ് ഹൈജീനിലൂടെ നമുക്ക് രോഗം നിയന്ത്രിക്കാൻ പറ്റും. അപ്പം അതിനാൽ പാനിക് ആവേണ്ടതില്ല, പക്ഷേ ജാഗ്രത നിർബന്ധമാണ്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക.